ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി സ്വന്തം ജീവിതം ദൈവത്തിന് സമർപ്പിച്ച് ലോകസുഖങ്ങളൊക്കെ ഉപേക്ഷിച്ച് ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നവരാണ് വൈദികർ. ദൈവം തിരഞ്ഞെടുത്ത ഇടയന്മാരാണവർ. വഴിതെറ്റിപ്പോകുന്ന കുഞ്ഞാടിനെ കണ്ടെത്തി സന്തോഷിക്കുന്ന യേശുവിൻ്റെ പ്രതിനിധികളാണവർ. വഴികളും കാടും കായലുകളും താണ്ടി ഇടവക ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കുന്ന ഒരുപാട് വൈദികരെ കണ്ടിട്ടുണ്ട്. അമ്മയും അപ്പനും സഹോദരങ്ങളും ഇടവക ജനങ്ങളായി കണ്ട് നീതിമാനെയും പാപികളെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഒത്തിരി വൈദികരുണ്ട്. പരിശുദ്ധനായ യേശുവിൻ്റെ അപ്പോസ്തലന്മാരും യേശുവിന് വേണ്ടി, അവിടുത്തെ സുവിശേഷത്തിന് വേണ്ടി കുടുംബവും ലോകസുഖങ്ങളുമൊക്കെ കളഞ്ഞ് അവർ നേടിയെടുത്ത സഭകളിൽ യേശുവിനെ കൊടുക്കാനും അവരുടെ ക്ഷേമം അന്വേഷിക്കാനും വളരെയധികം യാത്രകളും പീഡകളും സഹിച്ചവരാണ്. അവരുടെ നേതൃത്വങ്ങളിൽ ഒരിക്കലും ലോകത്തിൻ്റെ സംസ്കാരം അവർ അനുകരിച്ചിട്ടില്ല. യേശുവിൻ്റെ നാമം ഉപേക്ഷിക്കുന്നതിനും തള്ളിക്കളയുന്നതിനും പകരം ജീവൻ വെടിയാനും വരെ അവർ സന്നദ്ധരായി. ദൈവമേൽപ്പിച്ച സഭകളെ വിശ്വാസത്തിൽ സ്ഥിരപ്പെടുത്തി നിത്യജീവൻ നേടാനായി അവരെ വചനത്താൽ പ്രബോധനങ്ങൾ നൽകി. എപ്പോഴെങ്കിലും അവർ ദൈവത്തിൻ്റെ സംസ്കാരത്തിലോട്ട് പോയെങ്കിൽ അവരുടെയും ജനങ്ങളുടെയും നിത്യജീവൻ അവർ നഷ്ടപ്പെടുത്തുമായിരുന്നു. എന്നാൽ യേശുവിനെ പ്രതിയും സുവിശേഷത്തെ പ്രതിയുമുള്ള തീക്ഷ്ണതയാൽ നിത്യജീവൻ മറ്റെന്തിനേക്കാട്ടിലും ഏറ്റവും വലുതാണെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. അതുപോലെയാണ് ഓരോ വൈദികരും. ലോക സംസ്കാരത്തിൽ നിന്ന് മാറി ദൈവത്തിൻ്റെ സംസ്കാരത്തിൽ ജീവിക്കുന്ന ഓരോ വൈദികരും ഇടവക ജനങ്ങളുടെ ശക്തമായ മാതൃകയാണ്. അന്ത്യത്താഴ സമയത്ത് പരിശുദ്ധനായ യേശു അവിടുത്തെ ശരീരവും രക്തവും നൽകിക്കൊണ്ട് ഇപ്രകാരം പറയുന്നുണ്ട്: എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം നിങ്ങളിത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന്. യേശു നൽകിയ ശരീരം നിത്യജീവനും രക്തം പാപമോചനത്തിനും വേണ്ടിയാണ്. ഓരോ ദേവാലയങ്ങളിലും ദൈവജനം ഒരുമിച്ച് കൂടുമ്പോൾ അവിടുത്തെ ശരീരവും രക്തവും ജനങ്ങൾക്ക് നൽകാനായി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നവരാണ് വൈദികർ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നുണ്ട്: എല്ലാവരും എന്നെപ്പോലെ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. എന്നാൽ ദൈവത്തിൽ നിന്ന് ഓരോരുത്തർക്കും പ്രത്യേക ദാനങ്ങളാണല്ലോ ലഭിക്കുന്നത്. ദൈവത്തിനു വേണ്ടി സ്വന്തം ജീവിതം തന്നെ സമർപ്പിക്കുന്ന വൈദികർ യേശുവിനെ അധികമായി സ്നേഹിക്കുമ്പോൾ യേശുവിൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യണമെന്ന ഏറ്റവും പ്രധാനമായ ഈ കാര്യത്തിൽ എന്തിന് വിട്ടുവീഴ്ച കാണിക്കുന്നു? എൻ്റെ ഇടവകയിൽ ഉൾപ്പെടെ ഏകദേശം എല്ലാ ദേവാലയങ്ങളിലും യേശുവിൻ്റെ ശരീരം മാത്രമായിട്ടാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധനായ യേശുവിൻ്റെ രക്തത്താൽ ലഭിക്കുന്ന പാപമോചനത്തിലൂടെ അല്ലാതെ അവിടുത്തെ ശരീരത്തിലൂടെ മാത്രം എങ്ങനെ നിത്യജീവനിലേക്ക് കടക്കാൻ കഴിയും? യേശുവിൻ്റെ ശരീരവും രക്തവുമായി ഒരുമിച്ച് നൽകുന്നത് പ്രായോഗികമല്ലെന്നും ചിലവ് കൂടുതലാണെന്നും ശരീരത്തിൽ തന്നെ രക്തമുണ്ട് എന്നും പല ന്യായങ്ങളും നടത്തുമ്പോൾ നയിക്കാനായി ദൈവമേൽപ്പിക്കുന്ന ജനങ്ങളുടെ ജീവന് ദൈവം മറുപടി ചോദിച്ചാൽ എന്തുത്തരം നൽകാൻ കഴിയും? അവിടുത്തെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും പ്രാധാന്യം എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടിയാണ് യേശു ശരീരവും രക്തവുമായി തന്നെ നൽകിയത്. ഇതിൽ വിട്ടുവീഴ്ച നടത്തിയാൽ ജനങ്ങളുടെ ആത്മാവ് സ്വർഗത്തിൽ പോകുന്നതിന് പകരം നരകത്തിന് അവകാശിയായിത്തീരും. അതിനാൽ ഓരോ വൈദികരോടുമുള്ള അപേക്ഷയാണ്: പരിശുദ്ധനായ യേശുവിൻ്റെ ശരീരവും രക്തവും യേശുവിൽ വിശ്വസിക്കുന്ന ഓരോരുത്തർക്കും ലഭിക്കേണ്ടത് അവരുടെ അവകാശമാണ്. ഇത് ദൈവരാജ്യത്തിന് അവകാശിയാക്കാൻ പരിശുദ്ധനായ യേശു നൽകിയതാണ്. മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച വചനമായ യേശുവിൻ്റെ ശരീരത്തെയും രക്തത്തെയും യോഗ്യതയോടുകൂടി സ്വീകരിക്കുന്നതിനേക്കാൾ വലുതായി മറ്റൊന്നുമില്ല. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.